2020 ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ഐതിഹാസിക വിജയം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച മലയാളി താരം സഞ്ജു സാംസണിന് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്നേഹാദരം. തിരുവനന്തപുരം മംഗലപുരം മുല്ലശ്ശേരിയിൽ KCA പുതുതായി നിർമ്മിച്ച അത്യാധുനിക ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് താരത്തെ ആദരിച്ചത്. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ സ്റ്റേഡിയം കായിക ലോകത്തിന് സമർപ്പിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിന് കേരളം നൽകിയ ഈടുറ്റ സംഭാവനകളിലൊന്നാണ് സഞ്ജു സാംസൺ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റിനെ കേരളം നൽകിയ ഈടുറ്റ സംഭാവനകളിൽ ഒന്നാണ് ശ്രീ സഞ്ജു സാംസൺ. എണ്ണം പറഞ്ഞ 3 ഇന്നിംഗ്സുകളിലൂടെ ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തിന് ചുക്കാൻ പിടിച്ച പ്ലെയറാണ് അദ്ദേഹം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നിർമ്മിച്ച മംഗലപുരം സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന വേദിയിൽ 2020 ലോകകപ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച സഞ്ജു സാംസണ് ഉപഹാരം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഞ്ജു കളിച്ച ഓരോ ഷോട്ടും പതിച്ചത് ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിലാണ്. സഞ്ജുവിന്റെ പ്രകടനത്തിന് പുറമെ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയും വിജയത്തിന് ആധാരമായി. ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിനെയും ആത്മാർത്ഥമായി കളിച്ച ഓരോ കളിക്കാരനെയും അഭിനന്ദിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഠിനാധ്വാനവും മനസ്സാന്നിധ്യവുമാണ് സഞ്ജു സാംസണിനെ മാന്യത പുലർത്തുന്ന കായിക താരമാക്കിയത്. മകന്റെ കായികശേഷി തേച്ചു മിനുക്കിയെടുക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച കുടുംബത്തിന്റെ നിശ്ചയദാർഢ്യവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്ന ജീവിത പങ്കാളിയും സഞ്ജുവിന്റെ വിജയത്തിന് പിന്നിലുണ്ട്. വലിയ ലക്ഷ്യങ്ങൾ മുന്നിലുണ്ടെങ്കിലേ നാളെ ഉയരങ്ങളിൽ എത്താൻ കഴിയൂവെന്ന് സഞ്ജു സാംസൺ മറുപടിയായി പറഞ്ഞു. ആഗ്രഹത്തിന് പരിധി പാടില്ല. അത്തരം ആഗ്രഹമാണ് എല്ലാ കായിക താരങ്ങൾക്കും വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതായും തന്റെ നേട്ടത്തിൽ സ്വന്തം നാട്ടുകാർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അഭിമാനം തോന്നുന്നുവെന്നും സഞ്ജു സാംസൺ പറഞ്ഞു. ഞാൻ ആഗ്രഹിച്ചത് ഇന്ത്യൻ ടീമിൽ കയറണമെന്ന് മാത്രമല്ല, ഇന്ത്യൻ ടീമിനെ വേൾഡ് കപ്പ് ജയിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ആ ഒരു സമയത്ത് നമുക്ക് ഒരിക്കലും നമ്മൾ കേരളത്തിൽ നിന്നാണ്, ട്രിവാൻഡ്രത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാൻ ഒരു ലിമിറ്റ് വേണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എടുത്ത് കളയണം. നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ ഡ്രീം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിൽ എത്തിപ്പെടും എന്നുള്ളൊരു മനസ്സിലൊരു ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനത്തെ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പായിട്ടും അത് പറയുന്നു. ഞാൻ നേടിയ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം നാട്ടുകാരുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ അതിനാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അത്യാധുനിക LED ഫ്ലഡ് ലൈറ്റ് സംവിധാനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി നിർവഹിച്ചു. KCA സ്റ്റേറ്റ് അക്കാദമിയുടെ നിർമ്മാണോദ്ഘാടനം, ഇൻഡോർ ക്രിക്കറ്റ് പരിശീലന കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം എന്നിവ കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. KCA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് V. നായർ അധ്യക്ഷത വഹിച്ചു. KCA സെക്രട്ടറി വിനോദ് S. കുമാർ, മംഗലപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീചന്ദ് S., പഞ്ചായത്ത് അംഗം ജീന ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. 10 ഏക്കർ ഭൂമിയിൽ 45 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ സ്റ്റേഡിയത്തിൽ രാജ്യാന്തര നിലവാരമുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ട്, പവലിയൻ സമുച്ചയം, അത്യാധുനിക ഫ്ലഡ് ലൈറ്റ് സംവിധാനം എന്നിവ ഉൾപ്പെടെ മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത്തരം സൗകര്യങ്ങളുള്ള കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണിത്. രാജ്യത്തെ പ്രമുഖ സ്റ്റേഡിയങ്ങളിൽ ഫ്ലഡ് ലൈറ്റ് ഒരുക്കിയിട്ടുള്ള സിഗ്നിഫൈ ആണ് ഇതിന്റെ നിർമ്മാണ കമ്പനി. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെർക്കുറി ഇലക്ട്രിക്കൽ കോർപ്പറേഷനാണ് ഫ്ലഡ് ലൈറ്റ് കോൺട്രാക്ടർ. BCCIയുടെ ലൈറ്റിംഗ് കൺസൾട്ടന്റ് ലൈറ്റിംഗ് എൻവിറോൺമെന്റ് ഡിസൈൻസിന്റെ മേൽനോട്ടത്തിലാണ് ഫ്ലഡ് ലൈറ്റ് സംവിധാനം പൂർത്തിയാക്കിയത്. പ്രമുഖ ആർക്കിടെക്ട് ഷിബു അബൂസലിയാണ് സ്റ്റേഡിയം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.